പി അൻവർ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പി വി അൻവറിന്റെ ഭാവി എന്ത്? CPM ഇതിനെ എങ്ങനെ നേരിടും? പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ഈ ഭരണത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെ പ്രതിഫലിക്കും? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം മാധ്യമപ്രവർത്തകരായ KP റഹ്മത്തുള്ളയും ജേക്കബ് ജോർജും ചേരുകയാണ്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പോലും നടത്താത്തത്ര രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ MLA, ഭരണകക്ഷി MLA ആയ പാർലമെന്ററി പാർട്ടി അംഗമായ പി വി അൻവർ നടത്തുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വിഷയങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം ഒരു ഭരണകക്ഷി MLA ആയിരുന്ന MLA ആയ പി വി അൻവർ നടത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എത്രമാത്രമായിരിക്കും? പാർട്ടി സമ്മേളനങ്ങളിലേക്ക് CPM നീങ്ങുന്ന ഘട്ടത്തിൽ അതെങ്ങനെയൊക്കെ പ്രതിഫലിക്കും? തീർച്ചയായിട്ടും ആ ചോദ്യം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. കാരണം അൻവർ ഒരു തീജ്വാലയായിട്ട് മാറുകയായിരുന്നു. 2 മണിക്കൂറോളം നീണ്ടു നിന്ന ആ പത്രസമ്മേളനം ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. യാതൊരു വൈക്ലഭ്യവും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായില്ല. ധീരനായ ഒരു യോദ്ധാവിന്റെ പുറമുഖത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആക്രമണം നടത്തിയത്. അതിന് പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രി, നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ടായിരുന്നു. അൻവറിന് മുഖ്യമന്ത്രി മാത്രമല്ല, അൻവർ ശശിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ഒപ്പം അതിഗംഭീരമായിട്ട് വന്നത് അദ്ദേഹം റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങൾ വളരെ സംഘർഷഭരിതമായിരിക്കും. മുഖ്യമന്ത്രി ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും? അദ്ദേഹം എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? CPM എന്ന പാർട്ടി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ എങ്ങനെ പ്രതികരിക്കും? ഘടകകക്ഷികൾ എങ്ങനെ ഇതിനെ കാണും? ഇപ്പോൾ തന്നെ CPI ശക്തമായിട്ട് പൂരം കലക്കിയതിനെ കുറിച്ചുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയും അവരുടെ വാക്കുകൾക്ക് ശക്തിയും മൂർച്ചയും കൂടുന്നു. ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ദിവസങ്ങളിൽ കാണാനുള്ളത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു ചലനം സൃഷ്ടിക്കാൻ CPM രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്, പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇനി ദിവസങ്ങളിൽ നമുക്ക് കാണാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യമിട്ടും ADGP MR അജിത് കുമാറിനെ ലക്ഷ്യമിട്ടും മുഖ്യമന്ത്രിയെ തള്ളാതെയും അദ്ദേഹത്തെ സംരക്ഷിച്ചുമായിരുന്നു വാർത്താ സമ്മേളനങ്ങൾ പി വി അൻവർ നടത്തിയത്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർണ്ണമാകുമ്പോൾ മുഖ്യമന്ത്രി എന്ന ഒരു വ്യക്തിയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി പി വി അൻവർ അതിനെ മാറ്റിയിരിക്കുകയാണ്. പൂരം കലക്കി കേന്ദ്രത്തെ പ്രീതിപ്പെടുത്തി നേട്ടമുണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ആ നിലയിൽ മാറ്റേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് പി വി അൻവർ ചോദിക്കുമ്പോൾ അതിൽ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. സ്വർണ്ണക്കടത്തിൽ ഒന്നും അറിയാതെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പി വി അൻവർ ചോദിക്കുകയാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി അറിയാതെ അത് സംഭവിക്കുമോ എന്നതാണ് പി വി അൻവറിന്റെ ചോദ്യം. മരുമകൻ വിവാദം പലരും അടക്കം പറയുന്നതാണ്. പക്ഷെ പി വി അൻവർ ഒരു മറയുമില്ലാതെ ചോദിക്കുന്നു, റിയാസിന് വേണ്ടി മാത്രം മതിയോ പാർട്ടി എന്ന്? അതെ, ഇത്യാദി ചോദ്യങ്ങളിലും തീ പൊള്ളുന്ന ചോദ്യം തന്നെയാണ്. അത് മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും എതിരെ ആഞ്ഞടിക്കുകയാണ് അൻവർ, സംശയമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എത്ര ആരോപണം ഉന്നയിച്ചാലും, ഏത് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാലും മറുപടി പറയണമല്ലോ. CPM എന്താണ് മറുപടി പറയുന്നത് എന്ന് കേൾക്കാം. CPM-നും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, പിണറായി വിജയന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, അതൊക്കെ കേൾക്കാം. പക്ഷെ ഇന്നത്തെ സ്ഥിതിക്ക് ഞാൻ ഇന്ന് ഈ വിഷയത്തെ വിലയിരുത്തുന്നത് CPM-ന് കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നു പി വി അൻവർ എന്ന ഒറ്റയാൾ മനുഷ്യൻ. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒരു ഒറ്റയാളായിട്ടാണ് കാണുന്നത്. വേണമെങ്കിൽ അതൊരു ഒറ്റയാൾ പട്ടാളമാണ് എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ നാളെ എന്താവും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് രേണു. നാളെ എന്താവും? അൻവറിന്റെ കൂടെ ചേരി കൂടാൻ വേറെ ആൾക്കാരുണ്ടാകുമോ? CPM-ന് അകത്ത് ആൾക്കാരുണ്ടാവുമോ? അതേപോലെ ഇടതുമുന്നണിക്കകത്ത് ആളുണ്ടാവുമോ? അതുമല്ലെങ്കിൽ പി വി അൻവർ എന്ന ഒറ്റയാൾ പോരാളിയെ കൂട്ടുപിടിച്ച് ശക്തി തേടാൻ UDF ശ്രമിക്കുമോ?
കോൺഗ്രസ് ഏതെങ്കിലും ഘടകകക്ഷി ശ്രമിക്കുമോ? ഇത്യാദി കാര്യങ്ങളിലേക്കാണ് കേരള രാഷ്ട്രീയം ഇനി നോക്കാൻ പോവുക. വരും ദിവസങ്ങൾ ഇതുപോലെയുള്ള മാറ്റങ്ങളുടെ, നീക്കങ്ങളുടെ, വലിയ വലിയ ചലനങ്ങളുടെ, കോളിളക്കങ്ങളുടെ ദിവസങ്ങളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരള രാഷ്ട്രീയം ഇനി അങ്ങോട്ട് തിളച്ചു മറിയും എന്നതാണ് ജേക്കബ് ജോർജിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലപാടെടുക്കേണ്ടി വരും എന്ന് MP ഗോവിന്ദൻ പറയുന്നു. അത് വൈകില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ തുടർ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകും, തെളിവുകൾ പുറത്തുവിടും എന്നാണ് PV അൻവർ പറഞ്ഞത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സമ്മേളനം വിളിച്ച് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ശ്രീ KP